അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട മക്കളെ, 9ാം ക്ലാസ്സിലെ തസ്കിയയിലെ 5ാമത്തെ പാഠത്തിൻ്റെ പാഠഭാഗമാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ, അറബി മലയാളത്തോടു കൂടെ. ഇദൈ യജ്സിയകല്ലാഹു ബിഹിൽ ജന്ന, അങ്ങനെ അല്ലാഹു അതിനു പകരം നിനക്ക് സ്വർഗം നൽകും. ഹാദാ അസ്വഹാബിയുൽ ജലീലു അബു ദഹ്ദാ സാബിത് ബിൻ ദഹ്ദാ കാന സഖിയ്യൻ കരീമാ. ആദരണീയനായ ഈ സ്വഹാബി അബു ദഹ്ദാഹ് സാബിത് ബിൻ ദഹ്ദാഹ് ആകുന്നു. അദ്ദേഹം ഉദാരശീലനും മാന്യനുമായിരുന്നു. ഫലമാ നസല മിനൽ ഖുർആനിൽ അളീം ഖൗലുഹു തആല മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു. അങ്ങനെ മഹോന്നതമായ ഖുർആനിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഈ വചനം അവതരിച്ചപ്പോൾ എന്താണ് അർത്ഥം? അള്ളാഹുവിന് നല്ല കടമായി കടം കൊടുക്കുന്നവരാരാണ് എങ്കിൽ അവൻ ഇരട്ടിയാക്കി കൊടുക്കും എന്ന ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഖാല അബു ദഹ്ദാഹ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. വലിയ സന്തോഷം ഉണ്ടാകുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞൊരു വാക്കാണ്. എന്താ അർത്ഥം? അബു ദഹ്ദാഹ് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് പ്രാണൻ വേണ്ടിയാണ്. അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഉമ്മാനും ഉപ്പാനും കുറിച്ച് ഞാൻ പരിഹരിക്കും എന്ന് പറയുന്ന ഒരു അർത്ഥമുള്ളൊരു വാക്കാണ് കേട്ടോ. ഇന്നല്ലാഹ യസ്തഖ്രിദുനാ വഹുവ ഗനിയ്യുൻ അനിൽ ഖർദ്. തീർച്ചയായും അള്ളാഹു നമ്മോട് കടം ചോദിക്കുന്നുവോ, അവൻ കടം ആവശ്യമില്ലാത്തവനാണല്ലോ. അള്ളാഹ്ക്ക് കട ആവശ്യമല്ലല്ലോ, അള്ളാഹു നമ്മോട് കടം ചോദിക്കുന്നുവോ? ബാഹ്യമായി അള്ളാഹ് കടത്തിന് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അള്ളാഹ് നമ്മൾ കടം ചോദിക്കുകയാണോ എന്ന ചോദ്യമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നഅം യുരീദു അൻ യുദ്ഖിലകുമുൽ ജന്നത ബി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ, അതുവഴി നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. ഖാല അബു ദഹ്ദാഹ് ഫഇന്നി ഇൻ അഖറൽതു റബ്ബി ഖർളൻ യദ്മൻ ലി ബിഹി വലിസുബിയതി മഇൽ ജന്ന. അബു ദഹ്ദാഹ് ചോദിച്ചു, പറഞ്ഞു, എങ്കിൽ ഞാൻ എൻ്റെ രക്ഷിതാവിന് ഒരു കടം കൊടുത്താൽ എനിക്കും എൻ്റെ കൂടെയുള്ള എൻ്റെ കുട്ടികൾക്കും അവൻ അതുവഴി സ്വർഗം ഉറപ്പു നൽകുമോ? ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഭാര്യനെ പറഞ്ഞിട്ടില്ല. കുട്ടികളെ അവിടുന്ന് ഭാര്യനെ പറഞ്ഞില്ല. കുട്ടികളുണ്ടാകണേ ഭാര്യ വേണ്ടേ? രണ്ടറ്റവും പറഞ്ഞതാട്ടോ. എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും എന്നെ പറയാം. അത് എണ്ണിയിട്ടില്ലെങ്കിൽ എണ്ണി മാനിക്കാണ്. ഖാല അബു ദഹ്ദാഹ് ഫനാവിൽനി യദക്. അബു ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കയ്യിലേക്ക് അങ്ങയുടെ കൈ തരൂ. ഫനാവലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദഹ്. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് തൻ്റെ കൈ നൽകി. ഫഖാല അബു ദഹ്ദാഹ് ഇന്ന ലി ഹദീകതൈനി ഇഹ്ദാഹുമാ ബിസ്സാഫില
വൽഉഖ്റാ ബിൽ ആലിയ. അപ്പോൾ അബൂ ദഹ്ദാഹ് പറഞ്ഞു, തീർച്ചയായും എനിക്ക് 2 തോട്ടങ്ങളുണ്ട്. ഒന്ന് തായ് ഭാഗത്തുള്ളതും മറ്റേത് മേൽ ഭാഗത്തുള്ളതുമാണ്. വല്ലാഹി ലാ അംലികു ഗൈറഹുമാ ഖദ് ജഅൽതുഹുമാ ഖർലൻ ലില്ലാഹി തആല. അല്ലാഹുവാണേ സത്യം, ഇവയല്ലാതെ വേറെ യാതൊന്നും എൻ്റെ ഉടമസ്ഥതയിൽ ഇല്ല. അവ രണ്ടും ഞാൻ മഹാനായ അല്ലാഹുവിന് വേണ്ടി കടമായി നൽകിയിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്അൽ ഇഹ്ദാഹുമാ ലില്ലാഹ് വൽഉഖ്റാ ദഅഹാ മഈശത്തൻ ലക് വലിഇയാലിക്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഒരെണ്ണം അല്ലാഹുവിന് വേണ്ടിയാക്കുക, മറ്റേത് നിനക്കും നിന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ളതായി വെക്കുക, വിട്ടേക്കുക. നോക്കിങ്ങള്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഴുവൻ വാങ്ങായിരുന്നു, ഇങ്ങോട്ട് സാധുക്കൾക്ക് ഓഹരി വെച്ച് കൊടുക്കായിരുന്നു. പക്ഷേ ശുദ്ധ മതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, 2ഉം കൂടി വേണ്ട, ഒന്നാടെ വെച്ചത് നിങ്ങൾക്കും നിങ്ങളെ കുട്ടികൾക്കും അന്തസ്സായിട്ട് ജീവിക്കാം. ഒക്കെ കൊടുത്തുങ്ങാണ്ട് പിന്നെ നിങ്ങൾ സാധുക്കളായിട്ട് പിന്നെ നിങ്ങൾക്ക് സക്കാത്തുമായി ജീവിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ജീവിക്കേണ്ട. സ്വർഗമല്ല വേണ്ടത്, സ്വർഗം ഞാൻ തരാം. അല്ലാഹു കൊടുക്കാൻ അബൂ ദഹ്ദാഹ് തയ്യാർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദഹ്ദാഹിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു. ഖാല അബൂ ദഹ്ദാഹ് ഫഉഷ്ഹിദുക യാ റസൂലല്ലാഹ് അന്നീ ഖദ് ജഅൽതു ഖൈറഹുമാ ലില്ലാഹി തആല വഹുവ ഹായിതുൻ ഫീഹി 600 നഖ്ല. അബൂ ദഹ്ദാഹ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അവയിൽ ഏറ്റവും മികച്ചത് ഞാൻ മഹാനായ അല്ലാഹുവിനായി നൽകിയിരിക്കുന്നു എന്ന് ഞാൻ അങ്ങയെ സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾ സാക്ഷിയാട്ടോ, നിങ്ങൾ സാക്ഷിയാണ്. അതിലൊന്ന് ഞാൻ അള്ളാഹ് കൊടുത്തിക്കണേ. ഏതാണത്? അത് 600 ഈത്തപ്പനകളുള്ള ഒരു തോട്ടമാണ്. 2 തോട്ടത്തിലേറ്റവും മികച്ചത് ഇതാണ്, മികച്ചത് ഞാൻ കൊടുത്തിക്കണേ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ യജ്സിയക ബിഹില്ലാഹുൽ ജന്ന, എങ്കിൽ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം നൽകും. അല്ലാഹ് കഥ ഇങ്ങനെ പറയാ. ഫന്തലഖ അബൂ ദഹ്ദാഹ് ഹത്താ അതാ സൗജതഹു ഉമ്മ ദഹ്ദാഹ് വഹിയ മഅ സിബിയാനിഹാ ഫിൽ ഹദീഖതി തദൂറു തഹ്ത അൻ-നഖ്ൽ. അങ്ങനെ അബൂ ദഹ്ദാഹ് പുറപ്പെട്ടു തൻ്റെ ഭാര്യയായ ഉമ്മു ദഹ്ദാഹിൻ്റെ അടുത്തു ചെന്നു. അവർ തൻ്റെ കുട്ടികളോടൊപ്പം തോട്ടത്തിൽ ഈത്തപ്പനകളുടെ ചുവട്ടിൽ നടക്കുകയായിരുന്നു. തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പൊറുക്കിയിട്ടും തട്ടിയിട്ടൊക്കെ ഇങ്ങനെ നടക്കേ. ഫനാദാ അബൂ ദഹ്ദാഹ് വിളിച്ചു, യാ ഉമ്മ ദഹ്ദാഹ്, പ്രിയപ്പെട്ടവളെ, ഉഖ്റുജി മിനൽ ഹായിത് ഫഖദ് അഖറൽതുഹു റബ്ബി അസ്സ വജല്ല. പ്രിയപ്പെട്ടവളെ, നീ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങുക, തീർച്ചയായും ഞാനത് പ്രതാപശാലിയായ എൻ്റെ രക്ഷിതാവിന് കടമായി നൽകിയിരിക്കുന്നു. ഖാലത്ത് ഉമ്മു ദഹ്ദാഹ് റബിഹ ബൈഉക ബാറക്കല്ലാഹു ലക് ഫീമാ ഇശ്തറൈത. ഉമ്മു ദഹ്ദാഹ് പറഞ്ഞു, നിങ്ങളുടെ കച്ചവടം ലാഭകരമായിരിക്കുന്നു, നിങ്ങൾ വാങ്ങിയതിൽ അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. ثم أقبلت أم الدحداح على صبيانها تخرج ما في أفواههم وتنفض ما في أكمامهم. തോട്ടം നമ്മളതല്ലല്ലോ എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉമ്മു ദഹ്ദാഹ്
കുട്ടികൾക്കലേക്ക് ചെന്നു. തുടർന്ന് ഉമ്മുദ്ദഹദാഹ് തൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ വായിലുള്ളത് പുറത്തൊളിപ്പിക്കുകയും അവരുടെ വസ്ത്രങ്ങളുടെ മടക്കുകളിലുള്ളത് അഥവാ കീശകളിൽ ഉള്ളത് കുടഞ്ഞു കളയുകയും ചെയ്തു. കീശത്തെ കൊട്ടിക്കളഞ്ഞു, വായിട്ട് തുപ്പിച്ചു, പുറത്തെടിപ്പിച്ചു. അങ്ങനെ മഹദി മറ്റേ തോട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. മറ്റേ തോട്ടത്തിൽ പോയത് അവരുതാണല്ലോ, ഈ പോയി കുട്ടികൾ തിന്നോട്ടെ, കളിച്ചോട്ടെ, നടന്നോട്ടെ. സുബ്ഹാനല്ലാഹ്. കഥ പറയാം. فقال النبي صلى الله عليه وسلم كم من عدق رداه ودار فياه لأبي الدحداح. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദ്ദഹ്ദാഹിന് എത്രയെത്ര താഴ്ന്നു കിടക്കുന്ന കുലകളുള്ള ഈറ്റപ്പനകളും വിശാലമായ ഭവനങ്ങളുമാണുള്ളത് സ്വർഗത്തിൽ. അല്ലാഹ് ഒരു തോട്ടം കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ തോട്ടം, ഒത്തരങ്ങാനും വീടുകളും തോട്ടങ്ങളുമാണ് അബൂദ്ദഹ്ദാഹിന് അള്ളാഹു നൽകിയത്, വിശാലമായ വീടുകൾ. വഅബൂദ്ദഹ്ദാഹ് മിൻ ശുഹദാഇ ഉഹദ് റളിയല്ലാഹു അൻഹു വഅൻഹും അജ്മഈൻ. ഉഹദ് യുദ്ധത്തിലെ രക്തസാക്ഷികളിൽ പെട്ടയാളാണ് അബൂദ്ദഹ്ദാഹ്. അള്ളാഹു അവരെ കുറിച്ചും അവരെ കുടുംബത്തെ അവരെയും കുറിച്ച് തൃപ്തിപ്പെടട്ടെ. വായിച്ചു മനസ്സിലാക്കാം. നഖ്ല ഈത്തപ്പന, ഹദീഖ തോട്ടം, അയ്യാൽ കുടുംബം, ആലിയ ഉയർന്നത്, ഫവ്വാജുൻ വിശാലം, കമ്മുൻ അക്മാമുൻ കുമ്മുൻ അക്മാമുൻ കീശ, റിദാഹുൻ വലിയത് വിശാലമായ വലിയ, മഈശ ജീവിതോപാധി, ഇദ്ഖുൻ കുല, സാഫില തായ്ന, ഹായിത്തുൻ തോട്ടം, സഖിയുൻ ഉദാരമതി. അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർ ഉപ്പമാർക്ക് ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വപാപങ്ങളും പൊറുത്തേരണേ അല്ലാഹ്. ഞങ്ങൾ ഉസ്താദുമാരോട് പൊറുക്കണേ അല്ലാഹ്. അവർക്കൊക്കെ നല്ല ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളെ തൊട്ടും ശമനം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുണ്ട്, ഉപ്പമാരായി ഉമ്മമാരായി ഉസ്താദുമാരായി മശായിഖുമാരായി ഇഷ്ടപ്പെട്ടവരായി പലരും ഖബറിലുണ്ട്. അവർക്കെല്ലാം സ്വർഗം നൽകണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്ത് അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്, ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.